ഞങ്ങളുടെ കുടുംബത്തിലെ തെണ്ടി ഗ്യാങ് ആട്ടത്. തെണ്ടി ഗ്യാങ് പറഞ്ഞാൽ തെണ്ടി ഇറക്കാൻ ഇഷ്ടമുള്ള ഗ്യാങ്. അപ്പൊ വിഷ്ണുപ്രിയ ഇപ്പഴത്തെ ആഡ് ചെയ്തതാണ്. ഇതിൽ അമ്മും കൂടി ഉണ്ട് കേട്ടോ. അവൾക്ക് ട്യൂഷൻ എടുക്കാനുള്ളതുകൊണ്ട് അവളിപ്പല്ല. അപ്പൊ നമ്മളെല്ലാരും കൂടെ എങ്ങോട്ടാ അറിയാൻ പോകാൻ വിചാരിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ ഉള്ള മാർക്കറ്റ് സിറ്റിയിലേക്കാണ്. അപ്പോൾ ഇതിൽ നടുക്കിരിക്കുന്നവർക്ക് ഒരു പാൻറ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 5 ആളും കൂടെ കെട്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം പാലത്തിന്റെ താഴെ വരെ സ്കൂട്ടറിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഇതുവരെ നമുക്ക് നടന്ന് എത്താനുള്ള ദൂരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ നമ്മൾ റെയിൽവേ ട്രാക്കൊക്കെ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ. എന്നിട്ട് നേരെ മാർക്കറ്റ് സിറ്റിയിൽ പോയി. നല്ല തിക്കി തങ്ങിയാണ് നമ്മൾ ഓട്ടോയിൽ പോകുന്നത്. ഓട്ടോയ്ക്ക് പൈസ കൊടുക്കുന്ന ശിശിരയാണ് കേട്ടോ. ഇവളുടെ കൊടുക്കലുണ്ടാ തോന്നും ഇവളുടെ പൈസയാണ്. ഞാൻ എൻ്റെ അമ്മേൻ്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസ ഇവളൊന്ന് പിടിക്കാൻ ഏൽപ്പിച്ചതാണ്. ആ പൈസയാണ് ഇവളിങ്ങനെ വീശി എറിയണത്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ മാർക്കറ്റ് സിറ്റിയിലോട്ട് കയറി. പിന്നെ ആദ്യം തന്നെ ഏത് കടയ്ക്ക് പോകണമെന്ന് നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരുന്നു. സ്റ്റൈൽ യൂണിയൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് കയറുന്നത്. ലച്ചു ശിശിരൊക്കെ അങ്ങോട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കുകയാണ്. ഫസ്റ്റ് ജെൻസിൻ്റെ സെക്ഷനിൽ നിന്ന് ടീഷർട്ടൊക്കെ നോക്കി ഓരോന്ന് നോക്കുകയാണ്. ഓരോ കടയിൽ നിന്ന് ഓരോന്നൊക്കെ വാങ്ങാനുള്ള പ്ലാനാണ്. പാൻറ്റ് നോക്കി. അപ്പോൾ പാൻറ്റ് നമുക്ക് സെറ്റായില്ല കേട്ടോ. പിന്നെ ഞാൻ നിവിക്കുള്ള ഡ്രസ്സുകളൊക്കെ നോക്കി. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നല്ല അടിപൊളി കളക്ഷനാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി. എന്നിട്ട് നേരെ മാക്സിക്ക് കയറി. അവിടെ പാൻറ്റൊക്കെ നോക്കി. അവിടെ കിട്ടിയില്ല. പിന്നെ നേരെ പോയി നമ്മൾ സുഡിയോന്ന് മാറിക്കോ എന്തൊക്കെയോ വാങ്ങിയിട്ടോ. പക്ഷെ നമ്മൾ വിചാരിച്ച സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തിനാണോ വന്നത് പാൻറ്റ്, അതിന് നമ്മൾ കിട്ടിയിട്ടില്ല. ബാക്കി കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ പാലത്തിൻ്റെ അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഓട്ടോ കിട്ടാൻ കുറച്ച് നേരം ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടോ. പിന്നെ നമ്മളൊരു ഓട്ടോ കിട്ടി. പാലത്തിൻ്റെ താഴെ തന്നെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് നടന്നു. പാളം മുറിച്ചെടുക്കുമ്പോൾ പണ്ട് ലച്ചുവിനെ അവളുടെ ഫ്രണ്ടിനൊക്കെ പറ്റിയ അമളികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലച്ചു ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ. ഭാഗ്യത്തിന് പെട്ടെന്ന് സ്കൂട്ടറിൻ്റെ അടുത്തെത്തി. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോഴേക്കും നിധി വന്നു കേട്ടോ എന്നെ വിഷ്ണുപ്രിയനും കൊണ്ടുപോകാൻ. നമ്മൾ വീടെത്തിയപ്പോൾ പിന്നെ അയ്യോ രണ്ടെണ്ണം നല്ല തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല കലിപ്പായിരുന്നു. കാരണം നമ്മൾ നേരം വൈകി. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ ഫുഡ് കഴിക്കാതെ.